നിങ്ങളിപ്പോൾ ബൈസിന് വർക്കൗട്ട് ചെയ്താലും നിങ്ങളിപ്പോൾ ട്രൈസിന് വർക്കൗട്ട് ചെയ്താലും നിങ്ങളിപ്പോൾ വിങ്സിന് കളിച്ചാലും നിങ്ങളിപ്പോൾ ഏതൊരു വർക്കൗട്ടൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഡയറ്റിൽ നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സംഭവം വേസ്റ്റാണ്. ഒരു ഒബീസായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വർക്കൗട്ട് എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യമാണ് അയാളുടെ ഡയറ്റ്. പഠനങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് ഡയറ്റിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അയാളുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്നാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 5 കോമൺ മിസ്റ്റേക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 5 കോമൺ മിസ്റ്റേക്ക് എന്തൊക്കെയാണ്, ഇത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഡയറ്റ് എടുത്ത് ഫെയിൽ ആയി പോയ ഒരാളാണെങ്കിൽ ഈ 5 മിസ്റ്റേക്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മിസ്റ്റേക്ക് ഏതാണെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ ട്രാൻസ്ഫോർമേഷൻ ജേർണി എത്ര എളുപ്പം അച്ചീവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ടിപ്സ് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ടിപ്സ് നമ്പർ 1 എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫുഡ് ട്രാക്കിംഗ് ആണ്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അയാളുടെ കലറീസ്. 90% ആൾക്കാരും ഒരു ഡയറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറില്ല. ഇപ്പൊ നിങ്ങളുടെ ഡെയിലി കലോറി ഇൻടേക്ക് 2000 ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് അതൊരു 3000-ലോട്ടായിരിക്കും. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അഡീഷണൽ കലോറീസ് വരുന്നത്? 1 സ്നാക്സ്, 2 സോസ് കഴിച്ചാൽ വണ്ണം വയ്ക്കും. സോസിൽ കലോറി ഉണ്ടോ എന്നും ചോദിക്കുന്നവരും ഉണ്ട്. ഈ കാലറീസ് കൂടാൻ വേണ്ടി മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ ഓയിലും ഷുഗറും. നമ്മൾ 1 സ്പൂൺ ഓയിലിന്റെയും 1 സ്പൂൺ ഷുഗറിന്റെയും കാലറീസ് തന്നെ നോക്കുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഡയറ്റ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ചിലപ്പോൾ 2 സ്പൂൺ ഓയിലായിരിക്കും കൂടുതൽ ചേർക്കുന്നത്, ഇല്ലെങ്കിൽ 2 സ്പൂൺ ഷുഗർ ആയിരിക്കും കൂടുതൽ ചേർക്കുന്നത്. അപ്പൊ തന്നെ അവിടെ ഒരു 200 അടുപ്പിച്ച് കാലറീസ് നിങ്ങളെ കൂടിയിട്ടുണ്ടായിരിക്കും. ഓയിൽ ആവട്ടെ ഷുഗർ ആവട്ടെ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മെഷർമെന്റ് എടുത്ത് മൈ ഫിറ്റ്നസ് പാലിൽ അതിന്റെ കലോറീസ് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ടോട്ടൽ കാലറി ഇൻടേക്ക് നിങ്ങൾ തീരുമാനിക്കുക. രണ്ടാമത്തേതാണ് അൺസസ്റ്റൈനബിൾ ഡയറ്റ് പ്ലാൻ. ഒരിക്കലും ഒരു ബോഡി ബിൽഡർ എടുക്കുന്നത് പോലെ ഒരു ഡയറ്റ് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഇപ്പോൾ ഒരു 100 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഒരു ഡയറ്റ് ആയിരിക്കും നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ബോഡി ബിൽഡറിന്റെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫോറിനറിനെ പോലെയുള്ള ഡയറ്റ് നിങ്ങൾ ചെയ്യരുത്. 500 ഗ്രാം ആവശ്യ ചിക്കൻ, ഇല്ലെങ്കിൽ എഗ് ബൈറ്റ്സ് മാത്രം, സാൾട്ട് പോലും യൂസ് ചെയ്യേണ്ട സാലഡ്സ്, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഇത് മടുത്തിട്ട് ഒരു ചീറ്റ് മീൽ കൊണ്ടുവരും. അത് 1 2 ആവും, 2 3 ആവും, പിന്നെ അതൊരു ചീറ്റ് ഡേ ആവും. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ നിങ്ങളുടെ ഡയറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് സെലക്ട് ചെയ്ത ശേഷം ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3-4 റെസിപ്പീസ് ഒക്കെ ചൂസ് ചെയ്ത ശേഷം നിങ്ങളുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത 3ാമത്തെ മിസ്റ്റേക്ക് ആണ് ഫോളോയിങ് ദ സെയിം ഡയറ്റ് പ്ലാൻ. ഇപ്പൊ നിങ്ങളൊരു മിസ്റ്റർ ട്രിവാൻഡ്രോ ആയിരുന്നാലും, ഇല്ലെങ്കിൽ മിസ്റ്റർ ഒളിമ്പിയ ആയിരുന്നാലും, ഇല്ലെങ്കിൽ മിസ്റ്റർ കാക്കനാട് ആയിരുന്നാലും, ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെയിം ഡയറ്റ് ചാർട്ട് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റൂല. ഒരു ഡയറ്റ് പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അത് ഗ്രാജുവലായിട്ട് ഫുഡ് കുറച്ചുകൊണ്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡയറ്റ് പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഗ്രാജുവലായിട്ട് ഫുഡ് കൂട്ടി വന്നാലേ നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം, ഞാൻ ഇപ്പൊ ഉച്ചയ്ക്ക് 200 ഗ്രാം റൈസ് എടുക്കുവാണെങ്കിൽ എന്റെ വീക്കിലി റിസൾട്ട് സ്റ്റക്ക് ആവുന്ന നേരത്ത് ആ 200 എന്നുള്ളത് 150 ആക്കിയാൽ മാത്രമേ എനിക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ചോറായിരുന്നാലും ഓട്സ് ആയിരുന്നാലും ഇഡ്ഡലി ആണെങ്കിലും അല്ലെങ്കിൽ മസാല ദോശ ആയിരുന്നാലും എഗ് ആയിരുന്നാലും ചിക്കൻ ആയിരുന്നാലും ക്വാണ്ടിറ്റി കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് നെറ്റിൽ നിന്ന് ഒരു ഡയറ്റ് പ്ലാൻ എടുത്തതിന് ശേഷം അത് 6 മാസം തുടരെ ഫോളോ ചെയ്യും, എന്നിട്ട് റിസൾട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ബേസ് ഡയറ്റിൽ നിന്ന് തുടങ്ങി നിങ്ങളെ ഗോൾ അനുസരിച്ച് ഫാറ്റ് ലോസ് ആണെങ്കിൽ അതിന് ക്വാണ്ടിറ്റി കുറച്ചും വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയും പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മിസ്റ്റേക്ക് നമ്പർ 4, ഈ ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് വർക്കൗട്ടും ഡയറ്റും എല്ലാം പിടിച്ചിട്ട് 6ാമത്തെ ദിവസം ആകുമ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ, കല്യാണം, ഫ്രണ്ട്സ് ഔട്ടിങ്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്, ഇങ്ങനെയൊക്കെ പോയി ചീറ്റ് മീൽ എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഡയറ്റ് എടുത്തിട്ട് എനിക്ക് വണ്ണം കുറയുന്നില്ല എന്നൊന്നും പറയാൻ പാടില്ല. സോ നിങ്ങളെ ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിനൊക്കെ പോയാലും ചീറ്റ് മീൽ എടുക്കാൻ നേരത്തെ മാത്രം നോ പറയുക. நோ தேங்க்ஸ், நான் டயட்ல இருக்கேன், கார்போஹைட்ரேட் சாப்பிட மாட்டேன். മിസ്റ്റേക്ക് നമ്പർ 5 ആണ് ഫേഡ് ഡയറ്റ്. ഈ ഫേഡ് ഡയറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഉള്ള കോമൺ പ്രശ്നമാണ് ഈ പേഷ്യൻസ് ഇല്ലായ്മ എന്നുള്ളത്. ഇപ്പൊ കീറ്റോ ഡയറ്റ്, ഡീറ്റോ ഡയറ്റ്, കുക്കുംബർ ഡയറ്റ്, ബീട്രൂട്ട് ഡയറ്റ്, ഫാസ്റ്റിംഗ് ഡയറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 100ഓളം ഡയറ്റ് ഇപ്പൊ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു മന്ത് നിങ്ങൾക്ക് 10 കിലോ കുറച്ച് തരാം, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് 20 കിലോ കുറച്ച് തരാം, 3 മാസം കൊണ്ട് നിങ്ങൾക്ക് 30 കിലോ കുറച്ച് തരാം. അതുകൊണ്ട് നിങ്ങൾ 3 മാസം ചെയ്യാൻ പാടില്ല, ഇത് 2 മാസം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ 100ഓളം ഡയറ്റ് ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡിങ് ആണ്. ഇങ്ങനെ ഷോർട്ട് ടൈമിൽ നിങ്ങൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിൽ ഒന്നാമതാണ്, നിങ്ങൾ എപ്പോ ഈ ഡയറ്റ് നിർത്തി നോർമലായിട്ട് ഫുഡ് കഴിച്ച് തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ നിങ്ങൾ എത്ര പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്തോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. രണ്ടാമത്തെ പ്രോബ്ലമാണ് മസിൽ ലോസ്. നിങ്ങൾ ഈ അൺഹെൽത്തി ഡയറ്റ് എടുത്ത് നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ മസിലും കൂടെ ലോസ് ആവും. മൂന്നാമത്തെ നിങ്ങളുടെ മെറ്റബോളിസം ക്രാഷ് ആവും. നാലാമതാണ് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് കൂടും. അഞ്ചാമത്താണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും നിങ്ങൾക്ക് കിട്ടില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ അങ്ങനെ ആവർത്തിച്ച് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ അടുത്ത കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. സോ